അപ്പോ മധ്യകാലത്തിന് തൊട്ടടുത്ത് ചേർത്ത് വെച്ച് നോക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ യുദ്ധം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലൊന്നും അല്ലല്ലോ, ശൈവരും വൈഷ്ണവരും തമ്മിലാണ്. ശൈവ വൈഷ്ണവ സംഘടനം എന്ന് പറയുന്നത് നമ്മുടെ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് എത്രയോ പ്രബലമാണ്. ശൈവർ വൈഷ്ണവരെയും വൈഷ്ണവർ ശൈവരെയും നിരന്തരം വേട്ടയാടി കൊന്നതിന്റെ കഥകൾ നമുക്ക് എത്രയെങ്കിലും കാണാം. ബൗദ്ധരെ ബ്രാഹ്മണ മതം വേട്ടയാടിയതിന്റെ ചരിത്രം നമുക്ക് കാണാം. ശങ്കരാചാര്യരെ കുറിച്ച് വിവേകാനന്ദൻ തന്നെ പറയുന്ന ഒരു വാക്യമുണ്ട്. വിവേകാനന്ദൻ പറയുന്നത്, ശങ്കരനെ നോക്കൂ, എന്തൊരു പാണ്ഡിത്യമാണ്, എന്തൊരു തർക്കബുദ്ധിയാണ്, പക്ഷെ കാരുണ്യമില്ല. വിവേകാനന്ദന്റെ വാക്യം. തർക്കത്തിൽ തോറ്റു എന്ന് പറഞ്ഞ് തീയിൽ ചാടി ചാകാൻ പോന്നത്ര മണ്ടന്മാരായിരുന്നു ബൗദ്ധരും. അതും വിവേകാനന്ദൻ പറയുന്നുണ്ട്. ഇമാതിരിയുള്ള മതബോധത്തിന്റെ അസഹിഷ്ണുതയ്ക്കെതിരെ കൂടിയാണ് ഗുരു ഏകമതം എന്ന് പറഞ്ഞത്. ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും ഹിന്ദുമതത്തിന്റെ ശത്രുമതങ്ങളായി സങ്കല്പിക്കപ്പെടുകയും ക്രിസ്തുമതഛേദനവും കഠോര കുഠാരവും പോലുള്ള കൃതികളൊക്കെ രചിക്കപ്പെടുകയും ചെയ്ത അതേ കാലത്താണ് ഗുരു പരമേശ പവിത്ര പുത്രൻ എന്ന് ക്രിസ്തുവിനെയും കരുണാവാൻ നബി മുത്തുരത്നം എന്ന് മുഹമ്മദിനെയും വിശേഷിപ്പിച്ചത്. ഇങ്ങനെ വിശേഷിപ്പിക്കാൻ പോന്ന മട്ടിൽ മതങ്ങൾ തമ്മിലുള്ള പാരസ്പര്യം നിറഞ്ഞ ഏകമതം എന്ന സങ്കല്പമാണ്, അല്ലാതെ വർണ്ണധർമാധിഷ്ഠിതവും ജാതിബന്ധങ്ങൾ വേരുപിടിച്ച് നിൽക്കുന്നതുമായ സനാതനധർമ്മം എന്ന ആശയമല്ല ഗുരു പിൻപറ്റാൻ ശ്രമിച്ചത്.